ഐ എം ഡോക്ടർ ലക്ഷ്മി രാജൻ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വന്ധ്യതയുടെ ഇൻഫെർട്ടിലിറ്റിയുടെ സെക്കൻഡ് പാർട്സ് ആണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്ത്രീകളിലും പുരുഷന്മാരിലും എന്തൊക്കെയാണ്? ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ, ഇൻഫെർട്ടിലിറ്റിയിൽ വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റാണ്, ഹോർമോണൽ ടെസ്റ്റ്. സ്ത്രീകളുടെ ഹോർമോണൽ ടെസ്റ്റ് ചെയ്തിട്ട് ഹോർമോണിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ ഒരു നിശ്ചിത ടൈമിൽ നിങ്ങൾക്ക് മെഡിസിൻ പ്രിഫർ ചെയ്യും. അത് ചിലപ്പോൾ 1 മാസത്തെ കോഴ്സാകാം, 2 മാസത്തെ കോഴ്സാകാം, ചിലർക്ക് 6 മന്ത്. സെക്കൻഡ്, USG അൾട്രാസോണോഗ്രാഫി. അത് ചെയ്ത് നിങ്ങളുടെ യൂട്രസ്, ഓവറി ഇതെല്ലാം നോക്കും. അഥവാ നിങ്ങളുടെ യൂട്രസിലോ ഓവറിയിലോ എന്തെങ്കിലും യൂട്രസിൽ അല്ലെങ്കിൽ ഫൈബ്രോയിഡോ എൻഡോമെട്രിയോസിസോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓവറിയിൽ PCOS എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഹോർമോണൽ മെഡിസിൻ, ഇത് സർജറി നീഡ് ചെയ്യുകയാണെങ്കിൽ അത് ഡോക്ടർ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യും. HSG നിങ്ങളുടെ ട്യൂബിൻ്റെ ടെസ്റ്റ്, ട്യൂബിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലോ അത് ട്യൂബ് ബ്ലോക്ക് ആണെങ്കിലോ അതിൻ്റെയുള്ള മെഡിസിനും ഇത് സർജറി ആണെങ്കിലും അത് ഡോക്ടർ ഒരു നിശ്ചിത കാലയളവിലേക്ക് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യും. അപ്പോൾ ഈ മെഡിസിൻ നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞ കാലയളവിൽ നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് IUI, ഇൻട്രായൂട്രൽ ഇൻസെമിനേഷൻ. ഇതെന്താണ്? പുരുഷന്മാരിലെ സ്പേം ബീജത്തിനെ ലാബിൽ വാഷ് ചെയ്തിട്ട് അതിൽ നല്ല ബീജത്തിനെ കളക്ട് ചെയ്ത് സ്ത്രീകളുടെ ഓവുലേഷൻ ടൈമിൽ അവരുടെ ഓവുലേഷൻ സ്റ്റഡി ചെയ്ത് അതിൽ നിന്നും ഓവുലേഷൻ സ്റ്റഡി മോണിറ്റർ ചെയ്തിട്ട് ഓവുലേഷൻ ടൈമിൽ പുരുഷത്തിൻ്റെ നല്ല ബീജത്തെ എടുത്ത് അവരുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്നു. ഇതിനെയാണ് ഇൻട്രായൂട്രൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. 2-3 മാസം ഈ IUI ചെയ്തിട്ട് സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഡോക്ടർ നിങ്ങൾക്ക് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, IVFിലോട്ട് സജസ്റ്റ് ചെയ്യും. ഇനി IVF എന്താണ്? IVFലും നിങ്ങളുടെ പുരുഷൻ്റെ ബീജം എടുക്കുക, അതിൽ നിന്നും സെപ്പറേറ്റ് വാഷിംഗ് കഴിച്ച് സെപ്പറേറ്റ് ചെയ്ത് നല്ല ബീജത്തിനെ കളക്ട് ചെയ്ത് സ്ത്രീകൾക്ക് മാസമുറയുടെ 2-ാമത്തെ ദിവസം മുതൽ ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അവരുടെ ഓവുലേഷൻ ഡേ നോക്കി ഓവുലേഷൻ ഡേറ്റ് നോക്കി കളക്ട് ചെയ്ത് വെളിയിലൂടെ ഹസ്ബൻഡിൻ്റെ ബീജത്തിനെയും ഒരു അണ്ട കൂടി ഫെറിറ്റൈൽ ചെയ്തിട്ട് അത് സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കും. ഇതിനെയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ വന്ധ്യതയുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി. വന്ധ്യത ഓർത്ത് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ സുലഭമാണ്. ശരിയായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് വന്ധ്യത എന്നത് ഒരു രോഗത്തിൽ നിന്നും മുക്തി നേടാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. നാളെ വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ നമസ്കാരം.